അപ്പോൾ ഇന്നത്തെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, മുഴുവൻ കേൾക്കുക. മാൾട്ടയിൽ പുതിയതായിട്ട് വന്ന വർക്ക് പെർമിറ്റ് മാറ്റങ്ങളെക്കുറിച്ച് അറിയാനും തേർഡ് കൺട്രി നാഷണൽസിന് വേണ്ടിയിട്ട് പുതിയ അപ്ഡേഷൻ വന്നതിനെക്കുറിച്ച് അറിയാനും വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണുക കേട്ടോ. അപ്പോൾ പുതിയതായിട്ട് August 1, 2025 വന്ന അപ്ഡേറ്റ്സ് ആണ്. അതിനകത്ത് മെയിനായിട്ടും അവർ ഫോക്കസ് ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മാൾട്ടയിലോട്ട് പുതിയ ആൾക്കാർ കൂടുതൽ വരുന്നതിനെ തടയാനും പഴയ ആൾക്കാരെ ടെർമിനേഷൻ കുറയ്ക്കാനും നമ്മുടെ പോപ്പുലേഷൻ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനും വേണ്ടിയിട്ടൊക്കെ ആയിട്ടുള്ള ആ ഒരു നിയമ സാധ്യതകളും കാര്യങ്ങളാണ് അപ്ഡേഷനിലോട്ട് വന്നേക്കുന്നത്. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിഷ്യൽ ആപ്ലിക്കൻസിന്റെ ഫീസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. നേരത്തെ മാൾട്ടയിൽ പുതിയതായിട്ട് അതായത് നാട്ടിൽ നിന്ന് വന്ന് പുതിയതായിട്ട് ആപ്ലിക്കേഷൻ ഇടുന്ന ആൾക്കാർ, വർക്ക് പെർമിറ്റിന് വേണ്ടി അപേക്ഷിക്കുന്ന ആൾക്കാർക്ക് ഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 യൂറോ ആയിരുന്നു. അത് ഇപ്പോൾ ഒറ്റയടിക്ക് 600 യൂറോ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കൻസിനാണ് ഇത് ബാധകം. ഫസ്റ്റ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് മാൾട്ടയിലോട്ട് വന്നിട്ട് ആദ്യമായിട്ട് വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ. ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിലവിൽ മാൾട്ടയിലുള്ള ആൾക്കാർക്ക് റിന്യൂവലിന് കൊടുക്കുമ്പോഴത്തേക്കും 300 യൂറോ ആയിരുന്നത് ഇപ്പോൾ 150 യൂറോയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി വേറൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾ നിൽക്കുന്ന എംപ്ലോയറിൽ നിന്ന് മറ്റു എംപ്ലോയറിലോട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ അതും 600 ആയി എന്നുള്ളതാണ് ഞാൻ കേട്ടത്. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ട് കൺഫേംഡ് അല്ല. എന്നിരുന്നാലും ഫീസിന്റെ കാര്യത്തിൽ ഫസ്റ്റ് ആപ്ലിക്കൻസിന്റെ ഫീസ് ഒറ്റയടിക്ക് 600 യൂറോ ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. ഇനി അടുത്തെന്ന് വെച്ചാൽ ഇലക്ട്രോണിക് സാലറി പേയ്മെന്റ് സിസ്റ്റം. എല്ലാ ജോലികൾക്കും ഇലക്ട്രോണിക് സാലറി പേയ്മെന്റ് സിസ്റ്റമായിട്ട് നിർബന്ധിതമായിട്ട് ആക്കിയിട്ടുണ്ട്. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഷോപ്പുകളിൽ നിൽക്കുന്ന ആൾക്കാർക്ക്, പിന്നെ ചെറിയ ചെറിയ ക്ലീനിങ് വർക്കിന് പോകുന്നവർക്ക്, അല്ലെങ്കിൽ പാർട്ട് ടൈമിന്റെ സാലറി ഒക്കെ എന്ന് വെച്ചാൽ ബൈ ക്യാഷ് ആയിട്ട് കൊടുക്കുന്ന എംപ്ലോയേഴ്സ് ഉണ്ട്. അപ്പൊ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാക്സിനകത്ത് ഉൾപ്പെടാതെ, അതായത് ഇപ്പൊ നമ്മളൊരു ബാങ്ക് അക്കൗണ്ട് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ വരുമാനത്തിനനുസരിച്ച് നമ്മൾ സിംഗിൾ ആണോ മാരീഡ് ആണോ ഇനി കുട്ടികളുണ്ടോ അതിനനുസരിച്ച് നമുക്ക് സാലറിയിൽ ടാക്സിൽ വ്യത്യാസം വരും. അപ്പോൾ ഡയറക്റ്റ് പേയ്മെന്റ് ചെയ്യുമ്പോൾ അവർലി പേയ്മെന്റ് എത്രയാണോ അതിനനുസരിച്ചുള്ള ക്യാഷ് നമ്മുടെ കയ്യിൽ കിട്ടും. നമുക്ക് അതിനകത്ത് ടാക്സ് പേ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ജോലിക്കാർക്ക് കൂടെ ഇനി മുതൽ ബൈ ക്യാഷ് പേയ്മെന്റ് ചെയ്യാൻ പറ്റൂല. പകരം ലൈസൻസ്ഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി മാത്രമേ പേയ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അല്ലെങ്കിൽ റെവല്യൂട്ട് പോലുള്ള ആപ്ലിക്കേഷൻ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതോറൈസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ വഴി മാത്രമേ ക്യാഷ് സാലറി ആയിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇനി അടുത്തെന്ന് വെച്ചാൽ എംപ്ലോയർ കംപ്ലയിൻസ് ആണ്. എംപ്ലോയേഴ്സിന് ഒരു തിരിച്ചടി പോലെ കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എംപ്ലോയേഴ്സിന് ഒരു എംപ്ലോയിയെ തിരഞ്ഞെടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അവരുടെ അഡ്വർടൈസ്മെന്റ് ജോബ് പ്ലസിലോ യൂസിലോ ഇവിടെ പബ്ലിഷ് ചെയ്യണം. അതിൽ കിട്ടാത്ത പക്ഷം മാത്രമേ പുറം രാജ്യത്തിൽ നിന്ന് അതർ നാഷണാലിറ്റീസിനെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതിനകത്ത് ഫസ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ജോബ് പ്ലസിനകത്ത് പബ്ലിഷ് ചെയ്തിട്ട് മാൾട്ടയിൽ താമസിക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ മാൾട്ടീസുകാരെയോ പ്രിഫറൻസ് കൊടുത്തതിന് ശേഷം അതിൽ ഉൾപ്പെടാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ പുറത്തു നിന്ന് പ്രിഫറൻസ് കൊടുക്കാൻ പാടുള്ളൂ. അടുത്തെന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ സബ്മിഷൻ ഓഫ് ഫോംസ് ആണ്. എല്ലാത്തരം പേപ്പർ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടും കമ്പ്യൂട്ടർ ബേസ്ഡ് ആക്കിയിട്ടുണ്ട്. ആപ്ലിക്കേഷൻസ് നൽകുന്നതിനായിരുന്നാലും റെസിഗ്നേഷൻ ആയിരുന്നാലും എന്ത് തന്നെ ആയിരുന്നാലും അതെല്ലാം പേപ്പർ വർക്കുകളെല്ലാം ഡിജിറ്റൽ സബ്മിഷൻ വഴി മാത്രമേ സാധ്യമാവുള്ളൂ. പിന്നെ അടുത്തുള്ളതെന്ന് വെച്ചാൽ വിസ കൺവേർഷൻ റെസ്ട്രിക്ഷൻസ് ആണ്. വിസ കൺവേർഷനിൽ വരുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ ഗ്രൂപ്പ് ഡി അഥവാ വിസിറ്റിംഗ് വിസ ഉണ്ടായിരുന്നു. അപ്പോൾ ഗ്രൂപ്പ് ഡി വിസിറ്റിംഗ് വിസകൾക്ക് വരുന്ന ആൾക്കാർ പിന്നീട് അതിനെ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് വർക്ക് പെർമിറ്റിലോട്ട് മാറ്റാറുണ്ട്. വർക്ക് പെർമിറ്റിലാവുമ്പോൾ തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കൂടെ കിട്ടുകയാണ്. അപ്പോൾ വന്ന് വിസിറ്റിംഗ് വിസ 6 മാസമാണെങ്കിൽ ആ 6 മാസം കഴിയുമ്പോൾ തന്നെ അത് വർക്ക് പെർമിറ്റിലോട്ട് ഒരു എംപ്ലോയറിനെ കണ്ടെത്തി മാറ്റുമ്പോൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെർമിഷനും കൂടെ ആവുകയാണ്. ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്ത് അവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. ഒത്തിരി ആൾക്കാർ അങ്ങനെ വന്നിട്ട് ജോലി ലഭിച്ചിട്ട് പിന്നെ ഈ വിസിറ്റിംഗ് വിസയുടെ കാലാവധി തീർന്നതിന് മുന്നേ വർക്ക് വിസയിലോട്ട് മാറുന്നത് കൊണ്ട് തന്നെ അവർക്ക് സേഫ് ആയിട്ടുള്ള ജോലി ചെയ്യാനുള്ള ഒരു പെർമിഷൻ കൂടെ കിട്ടിയിരുന്നു. ആ ഒരു സംവിധാനം പാടെ നിർത്താൻ വേണ്ടിയിട്ടും വിസിറ്റിംഗ് വിസയിൽ വന്നിട്ട് ഇവിടെ നമുക്ക് ജോലി ചെയ്യാനുള്ള പെർമിഷൻ ഇല്ല എന്നുള്ളത് തെളിയിക്കാൻ വേണ്ടിയിട്ട് പുതിയതായിട്ട് ഗ്രൂപ്പ് ഡി വിസകൾ അഥവാ വിസിറ്റിംഗ് വിസകളിൽ വരുന്ന ആൾക്കാർക്ക് ഇനി കൺവേർട്ട് ചെയ്തുകൊണ്ട് വർക്ക് വിസയിലോട്ട് മാറാനുള്ള സാധ്യത പൂർണ്ണമായിട്ട് നിർത്തുകയാണ് കേട്ടോ. പിന്നെ അതിൽ കൂടെ തന്നെയാണ് ഈ ഡിപ്പെൻഡന്റ് വിസയിൽ വരുന്ന ആൾക്കാർക്കും ഇത് ബാധകമായിരിക്കും എന്നുള്ളത് പറയുന്നുണ്ട്. എന്തായാലും നിലവിൽ വിസിറ്റിംഗ് വിസയിൽ വന്ന ആൾക്കാർക്ക് ഇവിടെ വർക്ക് വിസയിലോട്ട് മാറാനുള്ള ഒരു അവസരം ഇല്ലാതായി. പിന്നെന്ന് പറഞ്ഞാൽ എംപ്ലോയേഴ്സിന്റെ കാര്യമാണ്. എംപ്ലോയേഴ്സ് വിത്ത് ഹൈ റിട്ടൻഷൻ. ഇത് എംപ്ലോയേഴ്സിന് ഏറ്റവും കൂടുതൽ ആൾക്കാരെ നിലനിർത്തി കൊണ്ടുപോകുന്ന എംപ്ലോയേഴ്സിനാണ് കൂടുതലായിട്ടും ലൈസൻസിന് കണ്ടിന്യൂസ് ആയിട്ട് ഗവൺമെന്റിന്റെ അണ്ടറിൽ വർക്ക് ചെയ്യിപ്പിക്കാൻ, അതായത് എംപ്ലോയേഴ്സിനെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു ലൈസൻസ് ഇവിടെ കൊടുക്കുന്നുള്ളൂ. ലോങ് പെർമിറ്റ് വാലിഡിറ്റി പീരീഡിൽ ആ ഒരു ലൈസൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ
ആൾക്കാരെ നിലനിർത്തിക്കൊണ്ട് പോകണം. കൂടുതൽ ആൾക്കാരുടെ ടേൺ ഓവർ ഉണ്ടാകുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പുറത്തു നിന്ന് ആൾക്കാരെ നമ്മൾ കൊണ്ടുവരാനുള്ള ടെൻഡൻസി കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് നിലനിൽക്കുന്ന ആൾക്കാരെ, ഇപ്പം നിൽക്കുന്ന ആൾക്കാരെ നിലനിർത്തിക്കൊണ്ട് പോകാനും കൂടുതലായിട്ട് റിട്ടൻഷൻ ചെയ്ത്, അതായത് ടെർമിനേഷൻ കുറച്ചുകൊണ്ട് മാക്സിമം നിൽക്കുന്ന ആൾക്കാരെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്ന കമ്പനികൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് അവർ ലൈസൻസ് പുതുക്കി കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ചില കമ്പനികളിലൊക്കെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഓരോരുത്തർ ടെർമിനേറ്റ് ചെയ്ത് വിടുന്നത്. അപ്പോൾ ഒരാളുടെ ജോലി പോണത് മാത്രമല്ല, ഇവരുടെ ഇപ്പോൾ എന്താ പറയുക, ഐഡന്റിറ്റി മാൾട്ടയ്ക്ക് ഇരട്ടിപ്പണിയാണ്. അവർക്ക് വീണ്ടും ഒന്നേന്നൊരു പേപ്പർ വയ്ക്കണം, അതിൻ്റെ പുറകെ പോകണം. ഇനി എംപ്ലോയേഴ്സിൻ്റെ കാര്യമായിരുന്നാൽ പോലും അവരൊരാൾ ടെർമിനേഷൻ ചെയ്യുമ്പോൾ അവർ പുതിയ ജോലിക്ക് വേണ്ടിയിട്ട് കണ്ടുപിടിക്കാനായിട്ടുള്ള ടെൻഡൻസി കൂടുതൽ. നാട്ടിൽ നിന്ന് ആൾക്കാരെ കൂടുതലായിട്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ആൾക്കാർ ടെർമിനേറ്റ് ചെയ്യുന്ന ടെൻഡൻസി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. എംപ്ലോയീസിൻ്റെ റിട്ടൻഷനുള്ള കമ്പനികൾക്ക് ലൈസൻസ് പുതുക്കി കൊടുക്കും. അപ്പോൾ കൂടുതൽ ആൾക്കാരെ പറഞ്ഞു വിടുക എന്നുള്ള ടെൻഡൻസി കമ്പനികളിൽ നിന്ന് മാറിക്കിട്ടും. അതാണ് ആറാമത്തത്. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഗ്രേസ് പീരീഡ് ഓഫ് എക്സ്റ്റൻഷൻ. ഗ്രേസ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ജോലിയിൽ നിൽക്കുന്ന ആളിന് ഒരു ടെർമിനേഷൻ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജോലി കണ്ടുപിടിക്കാനുള്ള ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ 10 ദിവസമായിരുന്നു. അതായത് എനിക്കിപ്പോൾ ജോലി പോയി, എനിക്ക് ടെർമിനേഷൻ കിട്ടിക്കഴിഞ്ഞെന്ന് വെച്ചോ, ഞാൻ അടുത്ത ഒരു എംപ്ലോയറിനെ കണ്ടെത്തിയിട്ട് ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം തുടങ്ങി എത്രയും വേഗം ഐഡന്റിറ്റി മാൾട്ടയിൽ സബ്മിറ്റ് ചെയ്യാനുള്ള കാലാവധി 10 ദിവസം. ചില കമ്പനികളിലാണെങ്കിൽ നമുക്ക് നേരത്തെ, അതായത് അടുത്ത വർഷത്തെ റിന്യൂവലിന് സാധ്യത കുറവാണെന്നുള്ളവരെ അവർ ഓൾറെഡി ഇൻഫോം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, അപ്പം മുതലേ നമ്മൾ പുതിയൊരു എംപ്ലോയറിന് വേണ്ടിയിട്ട് അന്വേഷണം തുടങ്ങും. ചില കമ്പനികളാണെങ്കിൽ സ്പോട്ട് ടെർമിനേഷൻ ആണ്, എമർജൻസി ആയിട്ട് എന്തെങ്കിലും ഒരു ഇഷ്യൂ ആണ് അല്ലെങ്കിൽ മെമ്മോ അടിച്ച് കൊടുക്കുകയോ ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ ടെർമിനേഷൻ ചെയ്യും. പിന്നെ ഒരു 10 ദിവസമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ. ആ 10 ദിവസത്തിനകത്ത് നമുക്കൊരു എംപ്ലോയറിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു കയറി പോകേണ്ടി വരും. നമുക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല ഇവിടെ നിൽക്കാൻ വേണ്ടി. ഇല്ലീഗൽ മൈഗ്രേഷൻ്റെ കാറ്റഗറിയിലോട്ട് നമ്മൾ മാറും. അതുകൊണ്ട് തന്നെ ആ ഒരു 10 ദിവസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ജോലിയുടെ സാഹചര്യത്തിൽ ക്രൂഷ്യൽ ടൈം ആയിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുമെന്നറിയോ, ഈ ഒരു സമയം 10 ദിവസത്തെ കാലാവധി എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇപ്പോൾ 60 ദിവസമായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതൊരു ഭയങ്കര ബെനിഫിറ്റാണ്. ഈ 10 ദിവസം കൊണ്ട് ഒരു എംപ്ലോയറിനെ കണ്ടെത്തി പുതിയൊരു ജോലി കണ്ടെത്തുന്നതിനെക്കാട്ടിൽ എത്രയോ ബെറ്ററാണ് 60 ദിവസത്തെ കാലതാമസം കൊണ്ട് നമുക്ക് അതിനിടയ്ക്ക് വെച്ച് നമുക്ക് പുതിയൊരു എംപ്ലോയറിനെ കണ്ടെത്തി പേപ്പർ വർക്കുകളെല്ലാം തുടങ്ങി നമുക്ക് ആ പേപ്പർ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കിവിടെ നിൽക്കാനുള്ള പെർമിഷൻ കിട്ടും. ഇനി അടുത്തെന്ന് വെച്ചാൽ ഇൻ്റഗ്രേഷൻ ആൻഡ് കൾച്ചറൽ എഡ്യൂക്കേഷൻ എന്ന്. അതിനകത്തെന്ന് പറയുന്നത് മാൾട്ടയിൽ യൂറോപ്യൻ കൾച്ചറാണ് ഇപ്പോഴും നിലവിലുള്ളത്. മാൾട്ടയ്ക്ക് മാൾട്ടയുടേതായ സിസ്റ്റംസ്, കൾച്ചർ, അവരുടെ ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. യൂറോപ്യൻസ് ആണെങ്കിൽ പൊതുവെ അവരുടെ കൾച്ചറുമായിട്ട് പെട്ടെന്ന് ഇണങ്ങിച്ചേരുന്ന രീതി ആയതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള രീതികളിൽ അവർക്ക് മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളെപ്പോലെ ഇന്ത്യൻസ്, ഫിലിപ്പീൻസ്, പിന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വന്ന ഒത്തിരി ആൾക്കാർ ഇവിടെ ഉണ്ട് നിലവിൽ. അപ്പോൾ ഇവിടുത്തെ നിയമങ്ങളൊക്കെ പാലിക്കാതെയും ഒക്കെ ആയിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്കും അത് അവരുടെ ആ ഒരു കൾച്ചറിനെ ബാധിക്കുന്ന കാര്യമായതുകൊണ്ട് തന്നെ പുതിയതായിട്ട് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ ഇനി മുതൽ ഇവരുടെ കൾച്ചറൽ, മാൾട്ടീസ് ലാംഗ്വേജ്, ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അത്യാവശ്യം അറിവ് നേടിയ ശേഷമേ വരാവൂ. അപ്പോൾ അതിന് എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഇൻ്റർവ്യൂ കാണുമായിരിക്കും, ചിലപ്പോൾ അതിൻ്റെ ഒരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഇനി നമ്മളിവിടെ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാംഗ്വേജ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം എന്നുള്ളതും അതിന് ലെവൽ 1 കോഴ്സ് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ടും ഉണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ നമ്മളിപ്പോൾ അതിന് വേണ്ടിയിട്ട് കോഴ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ഇവിടെ നിൽക്കുന്ന ആൾക്കാർ ലെവൽ 1 കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അത് സർട്ടിഫിക്കറ്റ് ആഡ് ചെയ്താലേ അടുത്ത റിന്യൂവൽ കിട്ടുള്ളൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ എംപ്ലോയീസിൻ്റെ ഇടയിൽ വന്നേക്കുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഒരു നിയമം കൂടെ വന്നിട്ടുണ്ട്. അതായത് അത് ഐ ബിലോങ് പ്രോഗ്രാം എന്നൊരു പ്രോഗ്രാമിലാണ് അവർ ആഡ് ചെയ്തിട്ടുള്ളത്, ഐ ബിലോങ് പ്രോഗ്രാം. അപ്പോൾ അതിനകത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന രാജ്യം ഇതാണ്, അപ്പോൾ ഇവിടുത്തെ കൾച്ചർ, ഇവിടുത്തെ ലാംഗ്വേജ്, ഇവിടുത്തെ രീതികൾ, ഇവിടുത്തെ ഹിസ്റ്ററി ഒക്കെ ഞാൻ അറിഞ്ഞിരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു കടമയും കൂടെയാണ്. ആ രാജ്യത്തിന് വേണ്ടിയിട്ട് അത് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ലാംഗ്വേജിന് റിക്വയർമെൻറ്റ് കൂടെ ആഡ് ആവുകയാണ് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഇത്രയാണ് ഏകദേശം ഒരു പുതിയതായിട്ട് വന്ന അപ്ഡേഷൻസ്. ഇപ്പോൾ വർക്ക് പെർമിറ്റിൻ്റെ കാര്യത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീസിൻ്റെ കാര്യം വർദ്ധിച്ചു, കുറച്ച് കാര്യങ്ങൾ നമുക്ക് ബെനിഫിറ്റ് ഉള്ളതാണ് കേട്ടോ. ഫീസിൻ്റെ കാര്യം കുറച്ച് കൂട്ടിയെന്നുണ്ടെങ്കിലും എംപ്ലോയി റിട്ടൻഷൻ കൂട്ടിയത് കാരണം ടെർമിനേഷൻ്റെ അളവ് കുറയുകയാണ്. എക്സസ് ആയിട്ട് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ ആക്കുമ്പോഴത്തേക്കും ഇവിടെ നിലനിൽക്കുന്ന ആൾക്കാരുടെ ജോലി സാധ്യത കുറയുകയും പിന്നെ ഇവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ആൾക്കാരുണ്ട്. അതിനപ്പുറം ഓവർ ക്രൗഡ് ആകുമ്പോഴത്തേക്കും ഒരു രാജ്യത്തിൻ്റെ എക്കണോമി അത് ബാധിക്കും. ഇപ്പോൾ യൂറോപ്യൻ കൾച്ചർ അനുസരിച്ച് യൂറോപ്യൻ രാജ്യങ്ങളുടെ ആ ഒരു ടാക്സിൻ്റെ ഒരു പിടുത്തം കൊണ്ടാണ് അവരെന്ത് ചെയ്യണത്, ഇവിടുത്തെ ദേശീയോദ്യാനങ്ങൾ പിന്നെ ഇവിടുത്തെ ഈ സിസ്റ്റം കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കൊണ്ടുപോകുന്നത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനൊരു ഡോക്ടറുമായിട്ട് സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഈ മാൾട്ടയും കാട്ടിലും എക്കണോമിക്കലി റിച്ച് ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ.
എത്രയോ വലുതാണ് ഇന്ത്യക്ക് അത്രയോ റിച്ചാണ്. പക്ഷേ ഒരേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ്റെ അളവ് അത്ര കൂടുതലായതുകൊണ്ട് പെർ ഹെഡ് ക്യാപിറ്റ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഒരാളിന് ഇത്ര രൂപ ഗവൺമെൻറ് ചിലവാക്കിയാൽ പോലും അവർക്ക് അത്രത്തോളം നല്ല രീതിയിലൊരു അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ മാറ്റിയെടുക്കാൻ പറ്റില്ല. കാര്യം ആൾക്കാർ അത്രയുണ്ട്. മാൾട്ടയെ സംബന്ധിച്ചിടത്തോളം മാൾട്ടയിൽ ആൾ കുറവായതുകൊണ്ട് തന്നെ ഇവർക്ക് ഉള്ള എക്കണോമി അവർക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രത്തോളം ബെനിഫിറ്റുകൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ കിട്ടുന്നത്. നമുക്ക് ആ ഒരു പോപ്പുലേഷനിലുള്ള ആ ഒരു ഓവർ ക്രൗഡഡ് ആണ് നമുക്ക് ഈ വളർച്ചകൾ നമുക്ക് അതേ രീതിയിൽ നമുക്ക് ബെനിഫിറ്റ് ആയിട്ട് കിട്ടാത്തതിന് കാരണം. അതുകൊണ്ട് തന്നെ യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ഒരു പരിധി കൂടുതൽ ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാതെ മാക്സിമം റെസ്ട്രിക്റ്റ് ചെയ്ത് കൊണ്ടുപോകാനേ നോക്കുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് പുതിയ അപ്ഡേഷൻ. അപ്പോൾ നാട്ടിൽ നിന്ന് വന്നവരും ഇവിടെ ഉള്ളവരും അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്ദി. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരെ. ബൈ.